ഹെറോൺസ് ഫോർമുല. മൂന്ന് വശങ്ങളും വ്യത്യസ്ത അളവുകളുള്ള ഒരു ത്രികോണത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ഫോർമുലയാണ് ഹെറോൺസ് ഫോർമുല. ത്രികോണം എ ബി സി തന്നിട്ടുണ്ട്. അതിൽ ഒരു വശം 17, ഒരു വശം 10, ഒരു വശം 9 എന്നിങ്ങനെയാണ്. നമുക്ക് ഹെറോൺസ് ഫോർമുല എന്താണെന്ന് നോക്കാം. ഏരിയ ഈസ് ഈക്വൽ ടു ഓവർ എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇതാണ് ഹെറോൺസ് ഫോർമുല. എസ് എന്ന് പറഞ്ഞൊരു ലെറ്റർ ഉണ്ട്. എസ് എന്ന ലെറ്റർ ഇതിൻ്റെ ഈ ത്രികോണത്തിൻ്റെ പെരിമീറ്ററിൻ്റെ പകുതിയാണ്. പെരിമീറ്റർ കാണുന്നതിന് മൂന്ന് വശം കൂടി കൂട്ടുക. 36/2 എന്ന് ലഭിക്കും. നമുക്ക് എസിൻ്റെ വാല്യൂ കിട്ടി. ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. അത് റൂട്ട് ഓഫ് എസ് നമുക്കറിയാം 18 ഇൻറ്റു 18 മൈനസ് ഏതെങ്കിലും ഒരു സൈഡ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം. 17 എടുത്ത് ഞാൻ ഇൻറ്റു 18 മൈനസ് 9 ഇൻറ്റു 18 മൈനസ് 10. ഈ ക്രിയ ചെയ്താൽ നമുക്ക് ആൻസർ ലഭിക്കും. ഇവിടെ 18 ഇൻറ്റു 18 17 കുറച്ചാൽ 1 ഇൻറ്റു 18 9 പോയാൽ 9 ഇൻറ്റു 18 10 പോയി കഴിഞ്ഞാൽ 8. 18 ഇൻറ്റു 9 ഇൻറ്റു 8 ഇസിക്കൽ ടു ഓക്കെ. നമ്മുടെ ആൻസർ 1296. 1296 റൂട്ട് 36. നമ്മുടെ ആൻസർ 36 സെൻറ്റിമീറ്റർ സ്ക്വയർ. നമുക്ക് ത്രികോണത്തിൻ്റെ വിസ്തീർണം എങ്ങനെ കാണാൻ നോക്കാം. വിസ്തീർണം a ഇസിക്കൽ ടു റൂട്ട് 3/4 a സ്ക്വയർ. ഈ കേസ് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഇവിടെ എ എന്ന് പറഞ്ഞാൽ വശമാണ്. ഇവിടെ 3 വശവും തുല്യമായിരിക്കും. നമുക്ക് ഈ ത്രികോണത്തിൻ്റെ വിസ്തീർണം കണ്ടു നോക്കാം. വിസ്തീർണം a ഇസിക്കൽ ടു 3/4 a സ്ക്വയർ. a എന്ന് പറഞ്ഞാൽ 12 സ്ക്വയർ. റൂട്ട് 3/4 ഇൻറ്റു 12 ഇൻറ്റു 12. 4 12 കിട്ടിയ 3. റൂട്ട് 3 ഇൻറ്റു 3 ഇൻറ്റു 12. ഇവിടെ 3 ഇൻറ്റു 12 36. റൂട്ട് 3 നമുക്ക് കീപ്പ് ചെയ്യാം. 36 റൂട്ട് 3 സെൻറ്റിമീറ്റർ സ്ക്വയർ. നമുക്ക് ത്രികോണത്തിൻ്റെ വിസ്തീർണം ലഭിച്ചു. ത്രികോണത്തിലെ ഒരു കോൺ 90 ഡിഗ്രി ആയിട്ടുള്ള ത്രികോണത്തിനെ മട്ട ത്രികോണം എന്ന് പറയുന്നു. മട്ട ത്രികോണത്തിൻ്റെ ഏരിയ കാണാൻ ഇക്വേഷൻ ഹാഫ് ബി എച്ച്. ബി എന്ന് പറഞ്ഞാൽ ബേസ്, പാദം. എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് അല്ലെങ്കിൽ ഉന്നതി, ഉയരം. ഇവിടെ നമുക്ക് ബേസ് ഇവിടെ 3 തന്നിട്ടുണ്ട്. എച്ച് ഹൈറ്റ് 4 തന്നിട്ടുണ്ട്. ഹാഫ് ബി എച്ച്. ഇവിടെ ചെയ്യുമ്പോൾ 2ഉം 4ഉം കട്ട് ചെയ്ത് 2 കിട്ടി. 2 ഇൻറ്റു 3 6 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് വിസ്തീർണം ലഭിച്ചു. ഇനി ഈ ത്രികോണം തന്നെ ഇതുപോലെ മുഴുവനായിട്ട് എടുക്കുകയാണെങ്കിലും അതേപോലെ ഇതിൻ്റെ ഹൈറ്റ് 4 ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വലിയ ത്രികോണത്തിൻ്റെ ഏരിയ കണ്ടെത്തുന്നതിന് വേണ്ടി ഹാഫ് ബി എച്ച് യൂസ് ചെയ്യാം. ഒരു ഹാഫ് ഇൻറ്റു ഇവിടെ ബേസ് ഈ 3 കൂട്ടി 6 എടുക്കണം ഇൻറ്റു എച്ച് ഇവിടെയുള്ള 4 കട്ട് ചെയ്താൽ 3 ഇൻറ്റു 4 12 സെൻറ്റിമീറ്റർ സ്ക്വയർ നമുക്ക് ആൻസർ ലഭിക്കും.